അതിരപ്പള്ളി പ്ലാന്റേഷൻ റോഡിൽ 6ഓളം കാട്ടാനകൾ ഇറങ്ങി. ഒന്നാം ബ്ലോക്കിൽ മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും സഞ്ചാരികളും അടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? അഖില, ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ജനവാസ മേഖലയ്ക്കടുത്ത് ഈ കാലടി പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. 6ലധികം കാട്ടാനകളാണ് ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അന്തർ സംസ്ഥാന പാത കൂടിയാണ്. തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കൂടി കടന്നുപോകുന്ന പാതയാണ്. ഇവിടെ ഈ മണിക്കൂറുകളായി ആനക്കൂട്ടം ഇവിടെ നിലയുറപ്പിച്ചതിനെ തുടർന്ന് ഈ 2 ഭാഗങ്ങളിലേക്കുമുള്ള യാത്രക്കാർ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്ന് ആനകളെ കാടിനുള്ളിലേക്ക് തുരത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാനാവില്ല. ഇരുട്ട് കൂടിയ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ആനകളെ ഇവിടെ നിന്ന് തുരത്തുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. പക്ഷേ കുറച്ച് ഏറെ സമയത്തിന് ശേഷം ആനകൾ മടങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഗതാഗതം വഴി തിരിച്ചു വിടാനുള്ള മാർഗവും തൽക്കാലം ഇവിടെ ഇല്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ആനകൾ ഏറെ സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേയധികം സമയത്തിന് ശേഷം തിരികെ മടങ്ങുന്നതാണ് സാധാരണ പതിവ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. ഓണ ദിവസമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വഴി നിരവധി വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിലേറെ പേരും വഴിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ആനകളെ കാട് കയറ്റാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. അഖില, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.